ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അവിയലിന്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും വീടുകളിൽ അവിയലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എങ്ങനെ അവിയൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു അവിയലിന്റെ റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഞാനിവിടെ അവിയലിന് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സദ്യകളിലെല്ലാം പോയാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അല്ലേ അവിയല്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇത്രയും പച്ചക്കറികൾ ഇതെടുത്ത് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, പച്ചക്കായ, വെള്ളരിക്ക, ബീൻസ്, ചേന, മുരിങ്ങക്കായ, ഇത്രയും പച്ചക്കറികളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പച്ചമുളക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ ഇതിനൊരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു 4-5 ചെറിയുള്ളി, ഒരു പച്ചമുളക്, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. ഇത് നമ്മൾ തേങ്ങേന്റെ കൂടെ തേങ്ങയും ജീരകവും കൂടി മിക്സിയിൽ നിന്ന് ഒന്ന് ഒതുക്കിയിട്ട് ചേർക്കും. ആ സമയത്ത് നമുക്കിത് അരച്ച് ചേർക്കാം. ഒന്ന് ഒതുക്കിയിട്ട് എടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇത് നമുക്ക് കഷ്ണങ്ങളെല്ലാം ആദ്യം വേവിക്കാൻ വെക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ അവിയൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ പാത്രം ആദ്യം എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുക. നമുക്ക് താഴെ ചേന ഇട്ട് കൊടുക്കുക കേട്ടോ. ചേനക്ക് കുറച്ച് വേവ് കൂടുതലല്ലേ. അപ്പൊ വേവ് കൂടുതലുള്ള കഷ്ണങ്ങളെല്ലാം താഴത്തെ ഒരു നിലയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ക്യാരറ്റും വെള്ളരിക്കും ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചക്കായ, പിന്നെ നമുക്ക് മുകളിൽ ബീൻസും മുരിങ്ങക്കായും ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചക്കറികളെല്ലാം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പിന്നെ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും അധികം വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആണ് കേട്ടോ ഈ കറീന്റെ ഹൈലൈറ്റ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം പച്ചക്കറിയിൽ നിന്ന് ഓൾറെഡി വെള്ളം വരും. ആ വെള്ളത്തിൽ തന്നെ വേവും. പക്ഷെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിയലിന്റെ കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ എടുത്തു വെച്ച തേങ്ങേൻ്റെ അകത്ത് ജീരകവും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളക് കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം അരിഞ്ഞു പോണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് കഷ്ണങ്ങളുടെ വേവട്ടെ, നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇതാ അവിയലിന്റെ കഷ്ണങ്ങൾ നമ്മൾ വേവിക്കാൻ വെച്ചത് ഇതാ ഇവിടെ ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ഇതാകണ്ട, ചെറുങ്ങനെ കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കയ്യിലിട്ടിട്ട് അധികം ഇളക്കി കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങേൻ്റെ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കൂലേ, അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ ഇതാ തേങ്ങ വേണം, ജീരകം, കുഞ്ഞുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഞാൻ നേരത്തെ അരച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കുഞ്ഞുള്ളിയും എല്ലാം ചേർത്തത്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ.
ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നല്ല ഹെൽത്തിയാണ്. ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ മാങ്ങ ഇട്ടിട്ടാക്കും. ഞാനിവിടെ തൈരാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പുളിക്ക് വേണ്ടിയിട്ട്. നമ്മൾ കണ്ണൂരെല്ലാം അധികം തൈര് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് വെക്കാം. അടച്ചു വെച്ചിട്ട് ഒന്ന് അരപ്പിലേക്ക് നന്നായിട്ട് ആവി കയറട്ടെ. നമ്മൾ ഇതിൽ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അത് അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇവിടെ കിട്ടുന്ന തൈരെല്ലാം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. നമുക്കിത് കട്ടയിൽ ഉടച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അവിയലിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കറിവേപ്പില നിലച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അവിയലിവിടെ റെഡിയാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.